കണ്ണൂരുകാർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ചോരയിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ആവേശ കേന്ദ്രമായ കണ്ണൂരിൽ ഇത്തവണ പൂരത്തിന് മുമ്പേ വെടിക്കെട്ട് തുടങ്ങിയ പ്രതീതിയാണ്. ഇലക്ഷൻ പ്രഖ്യാപനം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണൂരിൽ ആര് ജയിക്കും എന്നതിനേക്കാൾ വലിയ ചർച്ച ഇപ്പോൾ ആര് മത്സരിക്കും എന്നതിനെ കുറിച്ചാണ്. UDF ക്യാമ്പിൽ കെ സുധാകരന്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. താൻ മത്സരിക്കും എന്ന് സുധാകരൻ ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിലപാട് ഒരു തടസ്സമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കോൺഗ്രസിന്റെ ആദ്യ പട്ടികയിൽ കണ്ണൂർ മണ്ഡലം ഉൾപ്പെടുത്താത്തത് ഈ ആകാംക്ഷ കൂട്ടിയിട്ടുണ്ട്. കണ്ണൂരിന്റെ സ്വന്തം സുധാകരൻ UDF-നായി കളത്തിലിറങ്ങുമ്പോൾ പോരാട്ടം അക്ഷരാർത്ഥത്തിൽ തീ പാറുമെന്നുറപ്പാണ്. അദ്ദേഹത്തെ നേരിടാൻ LDF ഇത്തവണയും വിശ്വസ്തനായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കടന്നപ്പള്ളിയുടെ ആ സൗമ്യതയും സുധാകരന്റെ ആ ഒരു ഉശിരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമായിരിക്കും. കഴിഞ്ഞ തവണ വെറും 1745 വോട്ടുകൾക്കാണ് കടന്നപ്പള്ളി ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും ഇവിടെ വിലപ്പെട്ടതാണ്. വികസനവും രാഷ്ട്രീയവും മാത്രമല്ല, നാടിന്റെ സമാധാനവും വ്യക്തിബന്ധങ്ങളും ഒക്കെ കണ്ണൂരിലെ വോട്ടർമാർ അളന്നു തൂക്കി നോക്കും. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ കണ്ണൂർ ആർക്കൊപ്പം നിൽക്കുമെന്നത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന കാര്യമാണ്. BJP-ക്കായി C. രഘുനാഥ് കൂടി മത്സരിക്കുന്നതോടെ മണ്ഡലം ആരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് മെയ് 4 ഫലം വരുന്നതുവരെ കാത്തിരുന്ന് തന്നെ കാണണം. കണ്ണൂർ കോട്ടയിൽ ഇത്തവണ ആര് ചിരിക്കുമെന്നത് വരും ദിവസങ്ങളിലെ പ്രചാരണ ചൂടിൽ അറിയാം. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ നൊവാര വാട്ടർ പ്യൂരിഫയർ.